ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമേ. വെജിറ്റബിളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഉപ്പുമാവാണ് റവയും കൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ വെജിറ്റബിളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. മെയിനായിട്ടും നമുക്ക് വേണ്ടത് റവയാണ്, റോസ്റ്റഡ് റവയെ. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ വയ്ക്കുന്നു. പാൻ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് ഓയിലല്ല ഞാൻ ഒഴിക്കുന്നത്, ഞാൻ ഇതിനകത്ത് ഗീയാണ് ചേർക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായത് കാരണം ഗീ ചേർത്തിട്ടുണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഗീ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് അതൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. അത് നല്ലതായിട്ടൊന്ന് മെൽറ്റായി ചൂടായി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടി കഴിയുമ്പം ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാമേ. ചെറിയ ഉള്ളി, കാഷ്നട്ട്, അതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇഞ്ചി ഇട്ടു. അങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ നട്ട്സ് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ വെജിറ്റബിൾ ഓരോന്നായിട്ട് ഇടുന്നേ. അപ്പോൾ ക്യാരറ്റ് ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു, പച്ചമുളക്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ. ഇത് വഴറ്റിയെടുക്കുമ്പം നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയിട്ട് വരത്തക്കണക്കെ ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അല്പം പഞ്ചസാര ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇച്ചിരി മധുരമുള്ളത് നല്ലതാണ്. അപ്പം ആ പഞ്ചസാര 1 സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര ആഡ് ചെയ്തിട്ട് അതിനുശേഷം ഉപ്പും വേണേ, ഉപ്പൂടെ അതിൻ്റെ അകത്ത് 1 സ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നമുക്ക് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നീട് ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്യാമേ. എന്നിട്ട് നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് തിളയ്ക്കണേ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ റോസ്റ്റഡ് റവ നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിനി അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുക ചെയ്യേണ്ടത്. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണേ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് ഈ റവ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. വെയിറ്റ് ചെയ്യാമേ. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് റവ ഇതിലേക്ക് ആഡ് ചെയ്യാം. റവ ആഡ് ചെയ്തിട്ട് കൈ മാറ്റാതെ ഇളക്കണേ. തീ ഒന്ന് സിമ്മിലാക്കണം. എന്നിട്ട് കൈ മാറ്റാതെ നല്ലതായിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് ചിക്കിയെടുക്കാം. നന്നായിട്ട് ചിക്കിയെടുക്കണേ, അല്ലേ കട്ട കെട്ടിപ്പോവും. ഉപ്പുമാവ് നമ്മൾ ഇതിന് ശേഷം നന്നായിട്ട് ചിക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടത് ചിക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.